നമുക്കെല്ലാ വിഷയവും ഖത്തർനദയിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിശദമായിട്ട് തന്നെ സംസാരിക്കുന്ന ഒരു രൂപമാണ് നമ്മളുടെ ക്ലാസ്സിനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് കുറച്ചാണ് ഒരു ദിവസം എടുക്കുക എങ്കിലും നമുക്ക് സമയമുണ്ട്. അതനുസരിച്ച് അതിലൊന്നും ഒരു ബേജാറും കാണിക്കാതെ നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോയാൽ അങ്ങനത്തെ കുറേ ചർച്ചകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സിദ്ധിയുണ്ട്. അറബിയിൽ അതിന് നമ്മൾ പലപ്പോഴും ബഹുമാനപ്പെട്ട തഫ്താസാനി ഇമാം മുഖ്തസറുൽ മആനിയിലും അതുപോലെ തന്നെ നമ്മൾ നഫായിസ് പോലത്തെ മആനിയും ബദീഉം ഒക്കെ ചർച്ച ചെയ്യുന്ന ബയാനും ഒക്കെ ചർച്ച ചെയ്യുന്ന കിതാബുകളിലൊക്കെ പല നിർവചനങ്ങളും പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇൽമിൻ്റെ നിർവചനം പറയുമ്പോൾ അവരൊക്കെ പറഞ്ഞതാണ്, ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഈ വായിച്ച് മനഃപ്പാടമാക്കുന്ന ഒരു സംഗതിയല്ല, മറിച്ച് വായിക്കുകയും മനഃപ്പാടമാക്കുകയും ചർച്ച ചെയ്യുകയും സംശയങ്ങൾ ചോദിക്കുകയും പിന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ നോക്കുകയും പഠിക്കുകയും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സിദ്ധിയാണ് മലക്കത്തുൻ റാസിഖത്തുൻ ഫിന്നഫ്സ്. നമ്മളുടെ ഹൃദയത്തിൽ ഉറച്ച് കിട്ടുന്ന ഒരു സിദ്ധിയാണ് യഥാർത്ഥത്തിൽ ഇൽമ്. അപ്പോൾ നമുക്ക് ഒരു പദം പഠിച്ചിട്ട് ആ പദം പഠിച്ചതുകൊണ്ട് ആ പദത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ നമ്മൾ ആലിമല്ല, നമ്മൾ ഇൽമുള്ളവനാണെന്ന് പറയാൻ പറ്റൂല. മറിച്ച് ആ പദത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറേ കാര്യങ്ങൾ അതുപോലത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പദങ്ങളുണ്ടാകും, അവിടേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അതിന് നമ്മളെന്താ വേണ്ടത്? ഒരു പദത്തെക്കുറിച്ച്, ഇപ്പോൾ ഒരു അലിഫിനെ കുറിച്ച് ഞാൻ പറയാണ്, അപ്പോൾ ആ അലിഫിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ആ സ്വഭാവത്തിൽ എവിടെയൊക്കെ അലിഫുകളുണ്ടോ അവിടെയൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാനും അവിടെയൊക്കെയുള്ള നിയമങ്ങളും അവിടെയൊക്കെയുള്ള വായനകളും അവിടെയൊക്കെയുള്ള ശൈലികളും മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ ചർച്ചകൾ എപ്പോഴും നമുക്ക് വൈഡായിട്ട് തന്നെ കൊണ്ടുപോകാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ ഒരു പദത്തിനെ കുറിച്ചുള്ള ചർച്ച എന്തിനാണ് ഇപ്പം ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഇന്നിപ്പോൾ ഒരു പദം എടുത്തിട്ടുള്ളൂ എന്നൊന്നും ചിന്തിക്കരുത്. ആ പദത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യം